സമൂഹത്തിന്റെ ഒരു ജനങ്ങളുടെ വികാരമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ കൂടി ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് പുരുഷന്മാരും സ്ത്രീകളും ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. അഞ്ച് ലക്ഷം ആളുകൾ ഇപ്പൊ ഏകദേശം ഇവിടെ കടപ്പുറത്തെത്തിക്കഴിഞ്ഞു. 10 ലക്ഷം ആളുകളെങ്കിലും പങ്കെടുക്കുമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തിനുള്ളത്. മുഴുവൻ ആളുകളും കേരളത്തിലുള്ള ഏകദേശം ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും വനിതാ ലീഗിന്റെയും പ്രവർത്തകന്മാരിവിടെ പങ്കെടുത്തിട്ടുണ്ട്. മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം ന്യൂനപക്ഷ വേട്ട ആരംഭിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളത്തിലെ മണ്ണിൽ മതസൗഹാർദ്ദവും അതേപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക പൈതൃകവും ജാതി മതഭേദമെന്ന് സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന കേരളത്തിലെ മണ്ണിൽ RSSന്റെയും സംഘപരിവാറിന്റെയും ഒരു വേലയും നടക്കുകയില്ല എന്നാണ് ഓരോ നിമിഷങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2014 ശേഷം കേന്ദ്രം കൊണ്ടുവന്ന എല്ലാ ബില്ലുകളും മഹാഭൂരിപക്ഷ ബില്ലുകളും ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ ആ ഉദ്യമത്തിൽ മോഡിയും സംഘപരിവാറും വിജയിക്കാൻ പോകുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മോദിന്റെ സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നതാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും പറയൂല. മുസ്ലിങ്ങൾക്ക് ഇതിനെ എതിർപ്പ് മാത്രം തന്നെയാണ്. ബില്ലിനെ റിജക്ട് ചെയ്യാണ്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനക്കെതിരെയാണ്. അതിനെല്ലാവരും നമ്മൾ ഇന്ത്യ മൊത്താകെ മതം ജാതി എന്നില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെ പ്രതിഷേധിക്കുകയാണ്. നമ്മൾ വനിതകളൊക്കെ അവിടെ ഇത്രയും വെയിൽ കൊണ്ടിട്ട് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കാക്കണം. അതിന്റെ ജനാധിപത്യം നമുക്ക് തിരിച്ചെടുക്കണം. അതിനാണ് നമ്മളെല്ലാവരും ഇവിടെ